ഭാരതത്തിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പശ്ചിമ ബംഗാളിലുണ്ടായ BJPയുടെ വലിയ വിജയം ഒന്നിൻ്റെ പ്രത്യേകതയാണ്. അതുകൂടി വന്ന ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 240 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ എങ്കിലും 2029 അടുക്കുമ്പോൾ ലോക്സഭയിൽ NDAക്ക് ശരിയായ വിധത്തിൽ തന്നെ 360 സീറ്റുകളും അതുപോലെ രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷവും ലഭിക്കും എന്നുള്ള അവസ്ഥയുണ്ട്. NDAയുടെ ഭരണം ഇന്ത്യയെ അവരുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമാക്കുമെന്ന് കരുതുന്ന ഇന്ത്യ വിരുദ്ധർ, അത് ഇന്ത്യയിലും വിദേശത്തുമുണ്ട്, അവർ ഇത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏതു വിധേനയും ഈ ഭരണത്തെ ഇല്ലാതാക്കണമെന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും നാം കാണേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് CJP ഉണ്ടാകുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്ന പല കർഷക സമരങ്ങൾ ഉണ്ടാകുന്നതും. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയും മോഡിജിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി ഏതുവിധ കാര്യങ്ങളും അനുവർത്തിക്കാൻ അവർ തയ്യാറാകും എന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോഴുള്ള സ്റ്റേറ്റുകളുടെ നില വെച്ചായാലും അതുപോലെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന സ്ഥിതി വെച്ചായാലും ഏത് ഭരണഘടനാ ഭേദഗതിയും പാസ്സാക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് NDA ഗവൺമെൻറ് ഉയരും എന്ന് ഉറപ്പാണ്. അതിലേക്ക് ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിനെ പോകാൻ അനുവദിക്കാൻ ഈ ശക്തികൾ തയ്യാറല്ല. ഇപ്പോൾ FCRA ഭേദഗതി നിയമം തന്നെ എടുക്കുക. ഇതിന് അത്ഭുതകരമായ എന്നവണ്ണം അമേരിക്കൻ സെനറ്റിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഒരുപോലെ അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരു നിയമ ഭേദഗതിക്ക് അമേരിക്കൻ സെനറ്റർമാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഐക്യബോധം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതല്ലേ. അപ്പോൾ മനസ്സിലാകണം അതുകൊണ്ട് ആരെയാണ് ബാധിക്കുന്നത്, അത് അവരുടെ പണസ്വാധീനത്തെ ഇന്ത്യയിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഏകദേശം 7 വർഷങ്ങളായി കോവിഡ്, അതിനുശേഷം ഉക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതിനുശേഷം ഇസ്രായേൽ ഇറാൻ യുദ്ധം, അതിനുശേഷം ട്രംപ് വന്നതിന് ശേഷമുള്ള ടാരിഫുകൾ, അതിനുശേഷം പഹൽഗാമിലുണ്ടായ സംഭവങ്ങൾ, അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, ബംഗ്ലാദേശിലുണ്ടായ ഭരണ മാറ്റങ്ങൾ, വീണ്ടും ഇസ്രായേൽ US ഇറാൻ യുദ്ധങ്ങൾ, ഇതുകൊണ്ട് ലോകത്ത് മുഴുവനും ഉണ്ടായിട്ടുള്ള ഫ്യൂവൽ സപ്ലൈ, അതിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ലോക ട്രേഡിന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ സപ്ലൈ ചെയിൻ മുഴുവൻ അഫക്റ്റഡ് ആകുന്ന പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും, ലോകം ഒരു ഡിപ്രഷനിലേക്ക് പോകും എന്ന വിധത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും ഭാരതം മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാമാന്യേന വളരെ നന്നായി തുടരുന്നു എന്നുള്ളതാണ്. അത് വളരെ ക്ഷമാപൂർവവും അതേസമയം വളരെ കൃത്യമായും എടുത്ത നടപടികളുടെ ഫലമായും, അതുപോലെ ഭാരതത്തിൽ തന്നെ സ്വന്തമായി പല കാര്യങ്ങളും നിർമ്മിക്കാനെടുത്ത നടപടികളും അത് ഫലം കണ്ടുവരുന്ന സമയമാണ്. അങ്ങനെ ഇന്ത്യ സ്വാഭാവികമായി അത് വളരെ വലിയ ശക്തിയായിട്ട് വളരുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല. അതിനെ തകർക്കണം എന്നുള്ളത് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഉള്ളിലുള്ളത്. അതോടൊപ്പം സർക്കാരും കുറേ കൂടി വളരെ നന്നായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ കർഷക സമരം നോക്കുക. മധ്യപ്രദേശിൽ ചെറുപയർ സമരത്തെ സംബന്ധിച്ച് കർഷകർ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിലെല്ലാം വളരെ തിടുക്കത്തിൽ വളരെ നേരത്തെ തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. കാരണം അത്തരം സമരത്തിൻ്റെ വേദികളൊന്നും ഇത്തരം രാജ്യവിരുദ്ധർക്ക് ഫലമുണ്ടാക്കാനായിട്ടുള്ള വേദികളായി മാറാൻ പാടില്ല.
CJPയുടെ സമരം പിന്നീട് ഹോളിഡേ ആഘോഷിക്കാൻ പോയിരുന്നവരെല്ലാം തിരികെ വന്ന് പിന്നീട് അത് എങ്ങനെ അതിനെ മുതലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഇനിയും വലിയൊരു കർഷക സമരത്തിന് അടുത്ത പാർലമെൻറ്റ് സെഷൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് ഒരുക്കു കൂട്ടുന്നുണ്ട് എന്നുകൂടി അറിയുക. കാരണം കർഷകരുടെ സമരം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ആ വന്ന 3 നിയമങ്ങളും അത് 85% കർഷകർക്കും നല്ലതായിരുന്നു എന്ന് കർഷകരുടെ ആ തെളിവെടുപ്പ് നടത്തിയ കമ്മിറ്റിക്ക് മുമ്പാകെ വന്നതാണ്. എങ്കിലും ഒരു വിഭാഗം കർഷകർ എന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ വലിയ കർഷകർക്ക് അതിനെതിരെ സംഘടിച്ച്, പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നുള്ളവർക്ക് സംഘടിച്ച് അതിനെതിരെ പ്രവർത്തിക്കാൻ സാധിച്ചു. ആ നിയമങ്ങൾ പിൻവലിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ അതിന് ഇനി അവസരം കൊടുക്കാതെ ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ സംഭവങ്ങൾ അതാത് സമയം അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രതികരിക്കേണ്ടത്. ഇതുപോലുള്ള മറ്റു കാര്യങ്ങളുണ്ട്. പോലീസ് ആക്ഷനെല്ലാം ഉണ്ടാകുന്ന സമയം ഇപ്പോൾ ഡൽഹിയിൽ തന്നെ പോലീസിന് ഇത്രയധികം പേർക്ക് പരിക്കേറ്റ അടുത്ത കാലത്തുണ്ടായ ഒരു സമരമില്ല. എന്നിട്ടും പോലീസ് അത് ബാക്ക് ഫുട്ടിൽ ആകുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു പെല്ലറ്റ് ഉപയോഗിച്ച സംഭവം കൊണ്ടാണ്. അത് സാധാരണ ഗതിയിൽ ഉപയോഗിക്കാത്തതാണ്. പക്ഷേ അത് കാശ്മീരിലും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. അവിടെ CJP സമരത്തിൽ നമ്മൾ കണ്ടത് കാശ്മീരിലുണ്ടായിരുന്നത് പോലെ, കല്ലേറ് സ്ഥിരമായിട്ടുണ്ടായിരുന്ന പോലെ ആ വിധത്തിലേക്ക് ആ സമരം വളർത്താനുള്ള ഒരു പ്രവർത്തനമാണ് നടന്നത്. 2873 അക്രമകാരികളായവർ ആ സമരത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് പോലീസിനെതിരെ അക്രമം നടത്തുകയും തിരിച്ച് പോലീസ് നടപടിയെടുക്കുമ്പോൾ പലപ്പോഴും നിരപരാധികളായ വിദ്യാർത്ഥികൾ അതിൽ ഉൾപ്പെടുകയും ചെയ്യുക, അങ്ങനെ പോലീസിനും ഗവൺമെൻറ്റിനുമെതിരെ ഒരു പൊതുജന വികാരം ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻകൂട്ടി തന്നെ ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കണം പരമാവധി, ശരിക്കും റബ്ബർ ബുള്ളറ്റ്സാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ആ പെല്ലറ്റ് ഉപയോഗം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പോലീസ് ബാക്ക് ഫുട്ടിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻകൂട്ടിയുള്ള ആസൂത്രണവും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവുകളും എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് പോലീസ് മേധാവികളാണ് നടപ്പാക്കേണ്ടത്. കേരളത്തിൽ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചവർക്കെതിരെ അതെല്ലാം നിസ്സാരവൽക്കരിക്കാനും അതേസമയം TG മോഹൻദാസിനെ പോലെ ഒരു സാങ്കല്പിക കാര്യം പറഞ്ഞ അദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുമൊക്കെ വലിയ താല്പര്യമാണ്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൽ നാം അധികം കാണുന്നില്ലെങ്കിലും ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ DRDOയുടെ വക സ്ഥാപനങ്ങൾ ഇപ്പോൾ തുറന്ന ജയിലിൽ, നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ പ്രദേശത്ത് 180 ഏക്കറിൽ ഒരു മിസൈൽ നിർമ്മാണ ഫാക്ടറി വരുന്നു. അതിനടുത്ത് തന്നെയായിട്ട് ഒരു ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി വരുന്നു. അങ്ങനെ സ്ഥാപനങ്ങൾ വരികയാണ്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ പൊതുവെ പുറകെ കിടന്നിരുന്ന ബീമാരു സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങളിൽ വലിയ വികസനം നടക്കുകയാണ്. ഉത്തർപ്രദേശ്, ബീഹാർ മുതലായ സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ് മുതലായ സംസ്ഥാനങ്ങൾ വലിയ വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു മത്സരബുദ്ധി, പ്രത്യേകിച്ചും വിദേശ ധനം ലഭിക്കുന്നതിനും വിദേശ മൂലധനം ലഭിക്കുന്നതിനുമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ 1 ട്രില്യൺ എക്കോണമി, 2 ട്രില്യൺ എക്കോണമി, 3 ട്രില്യൺ എക്കോണമി എങ്ങനെ ടാർഗറ്റുകൾ വെച്ച് സംസ്ഥാനങ്ങൾ മുന്നേറുമ്പോൾ ഭാരതം പെട്ടെന്ന് വികസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധരായ പലർക്കും, അത് ഇന്ത്യയിലിരുന്നും ഇന്ത്യക്ക് പുറത്തിരുന്നുമുള്ളവർ, അവർക്ക് അത് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. പക്ഷേ ഇന്ത്യയിലുള്ള ഭരണകർത്താക്കൾ ഇത് മനസ്സിലാക്കുകയും അതിന് അനുസരിച്ച് അവരുടെ ഓഫീസർമാരെ സജ്ജരാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം വളരെ നല്ല കാര്യം, പലപ്പോഴും വളരെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു ചെറിയ കാര്യത്തിൽ കുറ്റം വന്നാൽ, പോലീസിന് എപ്പോഴും അങ്ങനെയാണ്, പോലീസ് 100 നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു കാര്യം മോശമായി ചെയ്താൽ ആ ഒരു കാര്യം മാത്രമാണ് എപ്പോഴും
എല്ലാവരുടെയും മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ സജ്ജരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പോലീസ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളാണ് അത് ചെയ്യേണ്ടി വരുന്നത്. ഡൽഹിയിലായാൽ പോലും കേന്ദ്രത്തിൻ്റെ കൺട്രോളിൽ ഉണ്ടെങ്കിലും അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് അതിൽ കാര്യമായ പങ്കുണ്ട്, അവിടുത്തെ പോലീസ് കമ്മീഷണർക്കും അതിൽ കാര്യമായ പങ്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിനെ പലപ്പോഴും ഇൻഡെക്സുകൾ കൊണ്ട് തരം താഴ്ത്തുന്നവർ ഉണ്ട്. ഇപ്പോൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ നടന്ന അക്രമങ്ങളിൽ അവിടെ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഇവരാരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്താനിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ വികസനം, ഇന്ത്യയുടെ നേട്ടങ്ങൾ അതെല്ലാം അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. അതിന് കൂട്ടുനിൽക്കുന്ന മറ്റൊരു വിഭാഗം ഇന്ത്യയിലുമുണ്ട്. അതിൻ്റെ ഇരയാകാൻ നമ്മളെ വിട്ടുകൊടുക്കരുത്. ഇന്ത്യയുടെ വികസനം, ഇന്ത്യയുടെ വളർച്ച അത് നന്നായി നടക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ നേരത്തെ ഉണ്ടാകുകയാണ് വേണ്ടത്. എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരം പകരുക. പലർക്കും ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. അവരെ കൂടി ബോധവാന്മാരാക്കുക, അതാണ് വേണ്ടത്.